കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കേണ്ട തിരക്കിലാണ് മൂഫി. മനസ്സിലായില്ലേ? പരത ഹിജാബൊക്കെ ഇട്ട് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇട്ട് എങ്ങോട്ടാണ് ഈ പോക്ക്? നിങ്ങളെല്ലാവരും പോയി അതേ സ്ഥലത്തോട്ട് തന്നെയാണ് വോട്ടിടാൻ വേണ്ടിയിട്ട് പോവാണ്. അതെ, എൻ്റെ സമ്മതിദാനാവകാശം അതല്ലേ ആ സാധനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിക്ക് നേരത്തെ വോട്ടിട്ട് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. சாரல்ல லேட்டாகி வந்தாலும் லேட்டஸ்ட்டாக வருவாண்டான்னு சொல்லிக்கிட்டு நானே கிளம்ப போகிறேன். என்னோட இன்னும் വോട്ടിംഗ് ടൈം. സോ அதுக்கு தான் கிளம்பிட்டு இருக்கேன். അങ്ങനെ എൻ്റെ ബാലറ്റ്, അതായത് എൻ്റെ സ്ലിപ്പൊക്കെ എടുത്ത് ഞാൻ ഇതേ എൻ്റെ കുഞ്ഞു ചക്കട വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇവനാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത് കേട്ടോ. എപ്പോഴും എൻ്റെ കൂടെ പുറത്ത് വരണതും എന്നെ പുറത്ത് കൊണ്ടുപോകുന്നതും പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരുന്നതും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇവനാണ്. അതുകൊണ്ട് എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ അവൻ്റെ അടുത്ത് പാട്ട് പാടാറുണ്ട്, കളിക്കാറുണ്ട്, തമാശകൾ പറയാറുണ്ട്. ചില സമയത്ത് വിഷമം വരുമ്പോൾ പോലും ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. കാരണം എൻ്റെ അത്രയും ബെസ്റ്റ് ബഡിയാണ് ഇവൻ. എന്നെ ഇതുവരെ കൊണ്ട് തള്ളിയിട്ടിട്ടില്ല കേട്ടോ, ചതിച്ചിട്ടില്ല. അതാണ് മെയിനായിട്ടൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റുള്ള വാഹനങ്ങൾ ക്യൂ പാലിക്കുക. ഞാൻ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വലിയ വലിയ ലോറികളും കാറുകളും ബസ്സിലൊക്കെ വരും. പക്ഷെ അവരൊക്കെ എന്നെ കണ്ട് സൈഡ് തിരിഞ്ഞ് പോകേണ്ടതാണ്. കാരണം എനിക്ക് നിങ്ങളെ കണ്ട് തിരിയാനൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ വഴി പോയേ പറ്റുള്ളൂ. അപ്പോൾ അവരൊക്കെ എന്നെ കണ്ട് ഇപ്പോൾ സൈഡ് തിരിഞ്ഞൊക്കെ പോകാറുണ്ട് കേട്ടോ. ചുമ്മാണ് കേട്ടോ. അത് ഞാൻ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ സാറ് പറഞ്ഞത് അങ്ങനെ. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ടൂ വീലർ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമല്ലേ, സ്വയമായിട്ട് ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ്, അത് ഭയങ്കര സംഭവമല്ലേ. പക്ഷേ പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കണം കാണുമ്പോൾ ആണുങ്ങൾക്കൊരു പുച്ഛമുണ്ട്. അതോ പെൺകുട്ടികൾ തുഴഞ്ഞുഴഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ അവർക്കറിയില്ലല്ലോ നമ്മൾ ഈ ആസ്വദിക്കുന്ന ആസ്വാദനം അല്ലേ. എന്ത് തന്നെയാലും എല്ലാവരും ഈ പടച്ചോൻ്റെ ഭൂമിയിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ആ ഇഷ്ടങ്ങളിൽ ഒന്നായിരുന്നു എനിക്ക് ടൂ വീലർ പഠിക്കണം എന്നുള്ളതും അത് ഓടിക്കണം എന്നുള്ളത്. അൽഹംദുലില്ലാ അതെങ്ങനെ സാധിച്ചു. അങ്ങനെ വോട്ടിടാൻ വേണ്ടിയിട്ട് റോഡിൽ കൂടി ഇങ്ങനെ കുടുകുണുകുണുകുണൂന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. കണ്ടു, അവരെല്ലാവരും ബിസിയാണ്. ഒരുപാട് പോസ്റ്ററുകളും ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഭയങ്കര ബിസിയായിരുന്നു ഇന്ന് റോഡ് എല്ലാ ദിവസത്തിനേക്കാളേറെ. അങ്ങനെ ഞാൻ ആ സ്കൂളിൻ്റെ വരാന്തയിലെത്തി. പഠിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ഇത് വോട്ടിടാൻ വേണ്ടിയിട്ട് കയറി പോണ പോക്കാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോണത്? നേരെ പോണത് എൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ കുണുകുണൂന്ന് പറഞ്ഞിട്ട് ഞാൻ അവളടുത്ത് ഓടിയെത്തി. അപ്പോൾ എന്നെ കുറേ നാൾ കാണാത്തതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവൾ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ഇതാ വോട്ടിടുന്ന റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ എൻ്റെ വോട്ടിട്ട് കഴിഞ്ഞു, തിരിച്ച് വരെയാണ്. അപ്പോൾ ഈ ചേച്ചി അവിടുത്തെ ആളാട്ടോ, പുള്ളിക്കാരി കമ്മ്യൂണിസ്റ്റിന് വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അവകാശം ആ അവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആരോട്? മൂഫി പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചില്ലാവാൻ വേണ്ടിയിട്ട് ഫ്രണ്ടും കൂടെ ഉള്ളതല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങളെ ബീച്ചിലോട്ടൊന്ന് പോയി കാഴ്ചയാണ് കേട്ടോ. 2 സിസ്റ്റർമാരുണ്ടോ ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് സൂപ്പറായിട്ട് തിരിച്ചിടുന്നത്. സേറ വെള്ളത്തിൽ കളിക്കണേ. ഇതെൻ്റെ ബീച്ചിൻ്റെ അറ്റത്തെ സൈഡാണ്. അതായത് ഇവിടെ എത്തിയാലേ എന്തെങ്കിലുമൊക്കെ നുറുങ്ങുമിട്ടായും എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനും കൂടെ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനിതാ കുണുകുണൂന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ സൈഡിലോട്ട് പോവാണ് കേട്ടോ. ഭയങ്കര അറ്റത്തെത്തി. വെള്ളത്തിൽ കാല് നനയ്ക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഇറങ്ങി പോണത്. എന്തായാലും വെള്ളത്തിൻ്റെ അറ്റത്തെത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് കളിക്കുകയാണ്. ബാക്കിൽ കാണുന്ന കുറേ കാഴ്ചകൾ കണ്ടില്ലേ, അതൊക്കെ അവർ ആ വെള്ളത്തിൽ ഫ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. റിസോർട്ടിൽ ആൾക്കാരൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, എന്ത് മനോഹരമാണല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബീച്ചാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 2 മരങ്ങൾക്കിടയിൽ കൂടെ ഉള്ളിലൂടെ പോകുമ്പോൾ കാണുന്നത് ബീച്ചാണ്. അൽഹംദുലില്ലാ അവിടെ കൂടെ നടന്നു പോകാനുള്ള വഴിയുണ്ട്. നേരെ പോകുന്നത് നമ്മളെ ബീച്ചിലോട്ട് തന്നെയാണ്. നല്ല രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിർത്തിയിട്ടാണ് ഷൂട്ട് ചെയ്തത്. എങ്ങനെയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറ. ഈ പച്ചപ്പും മനോഹരിതയും തന്നെയാണ് ഈ പൂവാറിനെ ഇത്രയും വേഴ്സറ്റലായിട്ട് നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ഈ കുഞ്ഞു പൂക്കൾ വയലറ്റ് നിറത്തിൽ ഇങ്ങനെ പറ്റ പിടിച്ച് കിടക്കണ കാണാൻ നല്ല രസമാണല്ലേ. എനിക്ക് സത്യത്തിൽ പച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ബീച്ചും ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. ആര്? മൂഫി തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടു വന്നിട്ട് അടുത്ത് പോണത് ബീച്ചിലോട്ടാണ്. ബീച്ച് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. അതെ,
ഒന്ന് മാത്രം അറിയാം, ഈ കടലിൻ്റെ കരയോട് ഭയങ്കര അടങ്ങാത്ത സ്നേഹമാണ്. ഇവരെ പിടിക്കാൻ ആർക്കും പറ്റത്തില്ല. കാരണം തിരമാലകൾ പിണങ്ങി പോയാലും വീണ്ടും വീണ്ടും കരയോട് അടുക്കുകയാണ് ഉണ്ടാവുക. അവർക്ക് ഒരിക്കലും മടങ്ങാൻ പറ്റില്ല അത്രേ. അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥ പ്രണയമാണ് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. എന്തായാലും ആത്മാർത്ഥമായ ഏതൊരു കണ്ടന്റിനെയും ഞാൻ ഈ കടലിനോട് ഉപമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നീല നിറം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അനന്തമായ സ്നേഹത്തിൻ്റെ എല്ലാ നിറവും നീലയല്ലേ.